ഹലോ ഗായ്സ്, ഞങ്ങളിത് എങ്ങോട്ടാണ് പോകണമെന്ന് അറിയാം. ഞങ്ങളുടെ നാട്ടിലെ ദുർഗാദേവി ക്ഷേത്രത്തിൽ ഉത്സവമാണ് ഇന്ന്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രണ്ട് തന്നെ നിൽക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഉത്സവം അടിപൊളിയായിട്ട് കാണാൻ പറ്റിയിട്ടോ. ചെണ്ടമേളവും താലപ്പൊലിക്കാരും നല്ല രസമാണ് അവിടുത്തെ ഉത്സവം കാണാൻ. ഞങ്ങളുടെ ഇവിടെ നാട്ടിൽ ആനവരവാണ്, അതായത് ആനയാണ് എഴുന്നള്ളിക്കുക. ചില നാട്ടിൽ സ്ഥലങ്ങൾ ഞങ്ങളിവിടെ തന്നെ വേറെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ഈ കാളവരവ് അങ്ങനെയൊക്കെയാണ്. ഇവിടെ ആനയായിട്ട് വരിക. നല്ല രസം കാണാൻ, ചെണ്ടയും ബാക്കിൽ ആനയും. ആമയാണ് ഇപ്രാവശ്യം ആനൻ്റെ ആളായത്. ആമയ്ക്ക് ആനനെ കണ്ടിട്ട് ഭയങ്കര സന്തോഷം. ആന അങ്ങനെ നടന്നു വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ കാണിച്ചു തരാണ് ആന ആന പറഞ്ഞിട്ട്. മോനായിരുന്നു ആനൻ്റെ ആൾ. പക്ഷെ മോനും ഇപ്പോൾ കുറച്ച് ന്യൂസൊക്കെ കേട്ട് ടെൻഷനായിട്ട് എന്താണെന്നറിയില്ല, ആനനെ വലിയ താല്പര്യമില്ല. ഇത്രയും അടുത്തുനിന്നായിരുന്നു കേട്ടോ കണ്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു ആനനെ കാണാൻ. അതിൻ്റെ ഇടയിൽ കണ്ട ആമ ഒരു കുൽസിത പ്രവർത്തനത്തിന് ഏർപ്പെട്ടു ഗൈസ്. ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ മോനാണ്. ഓനെ കണ്ടപ്പോൾ രണ്ടാളും അയ്യോ ഇതൊന്നും കാണാനുള്ള ത്രണിക്കില്ല. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് ഗൈസ്. ഇത് അവിടുത്തെ ചോറ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ പായസം ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞാൻ ചോദിച്ച് വരെ ചെയ്തു, പക്ഷെ കിട്ടിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ കുറച്ച് സാമഗ്രികളൊക്കെ നോക്കി. കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ഒന്നും വാങ്ങിയില്ല ഗൈസ്. അയ്യോ സാരില്ല, അടുത്തതിനാക്കല്ലേ. അങ്ങനെ കുട്ടികൾക്കൊക്കെ മേടിച്ചു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പാനിപൂരി ഉണ്ടപ്പോൾ പാനിപൂരി ടേസ്റ്റ് ഉണ്ടാവും ചോദിച്ചാൽ ഒരു രസമില്ല. അപ്പോൾ അത്രയുള്ളൂ. ഓക്കെ, ബൈ.